ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു, കുറച്ച് ലേറ്റായി, സൺഡേ അല്ലേ, അപ്പോൾ എഴുന്നേറ്റു. അങ്ങനെ രാവിലെ ഞാൻ കുറച്ച് തേയിലവെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേയിലവെള്ളം ഇട്ടു, പിന്നെ 2 മുട്ട എടുത്ത് പുഴുങ്ങാൻ ഇട്ടു. അപ്പോൾ ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കി, നമുക്ക് ദോശയും ഉള്ളിക്കറിയും മുട്ട പുഴുങ്ങിയതും കൂടി തിന്നാൻ പോളിയോ എടുക്കാൻ പോവാണ് അല്ലയോ? ആറ്റെടുത്തല്ല, പോളിയോ എടുക്കാൻ. ഹായ് പറ, ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറ. ആച്ചെടുത്തല്ല നമ്മൾ പോകുന്നേ, പോളിയോ. ഹായ് പറ. ആച്ചയെ കാണണോ? മമ്മിയെ കാണണോ? ആച്ചയെ കാണണോ? മാമനെ കാണണോ? അമ്മമ്മയെ കാണണോ? ആണോ? ആ പോവാൻ. ടാറ്റ കൂടി, ടാറ്റ പറ. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു യൂട്യൂബ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ എന്താ, ആ ടൈമിൽ നമ്മൾ ഒരു മിനിയേച്ചർ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ റൂമിൽ തന്നെ ഇവിടെ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിട്ടായിരുന്നു മിനിയേച്ചർ കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 9th മന്ത് എൻഡ് വരെ നമ്മൾ വീഡിയോ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഡെലിവറി പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്, അത് ഞാൻ ബാഗിലോട്ടാക്കുക. മോളെ കീ ഇവിടെ, കീ ഇവിടെ, കീ എന്തി ചേട്ടാ, മോള് കീ എടുത്ത് കളഞ്ഞോ ചേട്ടാ. ഈ ചാനയുടെ കീ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് പർപ്പസിന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത് കഴിഞ്ഞു. പിന്നെ മോക്കൊരു ഇത്ര വയസ്സല്ല, ഇത്ര മാസമായപ്പോൾ ഞങ്ങൾ വീണ്ടും യൂട്യൂബ് വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങി. പിന്നെ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നമുക്ക് കണ്ടന്റ് കുറവ് കാരണം നമുക്ക് വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പിന്നീട് ഞാൻ നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കുന്നതായിരിക്കും. കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടിയൊക്കെ ആവട്ടെ. അപ്പോൾ ഞാൻ ഒരു സ്റ്റോറി പറയാം. ഇപ്പം പറയാൻ പറ്റത്തില്ല. അപ്പോഴ് എന്താണ്, നമ്മളങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ട്, പഠിക്കാനും കൂടി പോകുന്നുണ്ട്. ഇപ്പോൾ പോയിട്ട് ഒരാഴ്ചയോളം ഞാൻ ലീവായിരുന്നു. എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്തു. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു 3-4 ദിവസം റെസ്റ്റ് എടുക്കണം. ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മരുന്നൊക്കെ തന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഓക്കെ ആണ്. അപ്പം നാളെ മൺഡേ ആണ്, നാളെ തൊട്ട് ക്ലാസ്സിന് പോകണം. അങ്ങനെ ഇരിക്കുന്നു. ക്ലാസ്സിൻ്റെ ടൈമാണ് ഭയങ്കര പ്രശ്നം കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ മടക്കിയിട്ടുണ്ട്. ബാക്കി ഡ്രസ്സ് നമുക്ക് വന്നിട്ട് മടക്കാം. ചിലപ്പോൾ ഞാൻ നേരെ ഇനി മോളെ എൻ്റെ വീട്ടിലോട്ടാക്കിയിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ബാക്കി ബാലൻസ് ഡ്രസ്സ് ചിലപ്പോൾ ഞാൻ രാത്രിയായിരിക്കും മടക്കാറ്. അപ്പോൾ ഓക്കെ, നമുക്ക് പോളിയോയുടെ അടുത്തെത്തിയിട്ട് കാണാം. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല മഴ പെയ്തു കേട്ടോ. ചെറിയൊരു വഴിയാണിത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അംഗനവാടിയിലോട്ട്. നമ്മൾ അംഗനവാടി എത്തിയിട്ടുണ്ട്. എൻ്റെ സ്റ്റാൻഡ് ഇത്തിരി ഷേക്കായി. എന്ന് വെച്ചാൽ ഒരു ദിവസം മോൾ അതെടുത്തിട്ട് താഴെയിട്ട് അടിച്ചു കേട്ടോ. അങ്ങനെ സ്ക്രൂ നട്ടെല്ലാം ഇളക്കി. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ഇതാണ് എൻ്റെ ഇഷാനി മോളുടെ അംഗനവാടി. ഇഷാനി റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ മോളെ? ഹായ് പറ. ഹായ്. മോക്ക് ഉറക്കവും വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ. ഇതാ നല്ല രസമാണ്, നല്ല മഴയുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. അത് കഴിഞ്ഞ് എന്താണ് കേട്ടാ കേട്ട ഇങ്ങനെയാണ് പ്ലീസ്. അത് നേരെ നൂരാത്തെ. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 1 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഞാൻ പറഞ്ഞുകൂടി ചേട്ടനും അമ്മയും കൂടി സ്ഥലം വരെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം. മോൾ ഉറങ്ങി, അവൾ കുറുക്കൊക്കെ കുടിച്ചിട്ട് അവൾ ഉറങ്ങി. അപ്പോൾ എനിക്ക് വിശപ്പം, ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോകും. ചോറ് എടുക്കാൻ കുറച്ച് കൂടുതൽ ചോറ് കഴിക്കണം കേട്ടോ. എനിക്ക് ചോറ് ഇഷ്ടമാണ്. ചോറ് ഇട്ടൊരു പരിപാടി ഇല്ല. ചോറ് എടുത്തിട്ടുണ്ട്. ഇനി കറികൾ എന്തൊക്കെയാണ്? ഈ മീൻകറി ഉണ്ട് കേട്ടോ. ഞാൻ ഒരു സൈഡിലോട്ട് കുറച്ച് മീൻകറി വയ്ക്കാം.
ചാള കേട്ടോ, എനിക്ക് ചാള അത്ര ഇഷ്ടമല്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. ഇനി എന്താ പറയുന്നത്, ഇനി നമുക്ക് മീൻ വറുത്തതുണ്ട്, മീൻ വറുത്തിട്ട് മത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. മത്തി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരനുണ്ട് കേട്ടോ, തോരൻ പയറുതോരനാണ്. ഞാൻ പയറുതോരൻ എടുത്തായിക്കോട്ടെ വെച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതൽ എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ലഞ്ച്. പിന്നെ ഓക്കെ, മെയിനായിട്ടുള്ള കാര്യം അച്ചാറുണ്ട് കേട്ടോ. ദിസ് ഇസ് മൈ ഫേവറേറ്റ്, നാരങ്ങാച്ചാർ. നാരങ്ങാച്ചാർ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഞാൻ നാരങ്ങാച്ചാർ എടുക്കാം. ഞാൻ 2 പീസ് എടുക്കാം, നാരങ്ങ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിഷുകൾ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോകും. ഷാനിക്കുന്ന ഫുഡ് പയറ് തോരൻ, മീന്, ചോറ് അല്ലേ ഷാനു? ശരിക്ക് മീമി ഇഷ്ടമാണോ? ശരിക്ക് പയർ ഇഷ്ടമാണോ? ആണോ? ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ. കാക്ക നോക്കി.